ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് 116. നമ്മൾ വേദത്തിലെ എഞ്ചിനീയറിംഗ് ടെക്നോളജി എല്ലാം നോക്കുന്നത്. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജ്ഞാനം നേടിയിട്ട് ഭൗതിക സുഖം അത് പ്രയോഗിച്ചൊരു ഭൗതിക സുഖം നേടാനുള്ള ആഹ്വാനമാണ്, വേദം പറയുന്ന ആഹ്വാനമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതൊന്നും അല്ലല്ലോ, നമ്മുടെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് പോകലാണല്ലോ. അതായത് എല്ലാം ഭൗതികത എല്ലാം മായയാണ് ധരിച്ചിട്ട് പോകലാണ് വേദങ്ങൾ ഉപദേശിക്കുക. അങ്ങനെയല്ല. ഈ ബ്രഹ്മം ഒരു ലോകം സൃഷ്ടിച്ചിട്ട് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗത്തിലോട്ട് ഒരു നല്ലൊരു സുന്ദരമായ ലോകം സൃഷ്ടിക്കുകയാണ്. ആ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കർമ്മങ്ങൾ ചെയ്തിട്ട് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാകും. അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ ബ്രഹ്മത്തിന് അല്ലെ ഈശ്വരന് വേണ്ടിയിട്ടല്ല, അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ സൂചിച്ചോളൂ, അധ്വാനിക്കുക. കാരണം നമ്മൾ കാട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഭൗതിക സുഖങ്ങൾ അനുഭവിച്ച് അത് എന്തുകൊണ്ട് നേടിയത്, എങ്ങനെയാണ് നേടിയത്? നമ്മൾ അധ്വാനിച്ചിട്ടാണ്. ശാരീരികമായും ബുദ്ധിപരമായിട്ടെല്ലാം പ്രവർത്തിച്ചിട്ട് നമ്മൾ പുരോഗതി നേടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കുകയാണ്. ഇതിനു വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതെല്ലാം കളഞ്ഞു കെട്ടി പോകാൻ വേണ്ടിയല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കളഞ്ഞു കെട്ടി പോകാനും നമുക്ക് പറ്റില്ല. എപ്പോഴാണ് കളഞ്ഞു കെട്ടി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ സൃഷ്ടിച്ചിട്ട് ജോലി ചെയ്യിക്കും. ഈ ജന്മത്തിൽ ചെയ്തേണ്ട തുടർ ജോലിയാണ് അടുത്ത ജന്മത്തിൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജോലി എപ്പോഴെങ്കിലും തീർന്നു എന്ന് വിചാരിക്കുക. ഇനി നമ്മളെ കൊണ്ട് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞിട്ട് ഇനി പ്രളയം കഴിഞ്ഞ് നശിക്കും, പിന്നെ ആദ്യം തുടങ്ങും. അപ്പം അടുത്തതിലേ ഇനി ജോലി ഉള്ളൂ എങ്കിൽ പിന്നെ നമ്മൾ ജനിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴെന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ ബ്രഹ്മത്തിൽ തന്നെ അങ്ങിരിക്കും. ബ്രഹ്മമാണ് ഇതായിട്ട് മാറുന്നത്, നമ്മളും ബ്രഹ്മം തന്നെയാണ്. അപ്പം പിന്നെ നമ്മൾ ജനിക്കില്ല. അങ്ങനെ ജനിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ജീവിതത്തിൽ ഒരു 32 വയസ്സാകുമ്പോൾ നമ്മളെ ജോലിയെല്ലാം തീരുകയാണെങ്കിൽ പിന്നെ നമുക്ക് മരിക്കുന്നത് വരെ ജോലിയൊന്നുമില്ല. അപ്പം നമ്മളെ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പം ബ്രഹ്മത്തിന് തോന്നുകയാണ് ഇനിയും എൻ്റെ ജോലിയൊന്നുമില്ല, അപ്പം ആഗ്രഹം ഉണ്ടാക്കില്ല, നമ്മളൊന്നും ചെയ്യില്ല, നമുക്ക് വിരക്തി വരും. അങ്ങനെയുള്ളവരാണ് പിന്നെ പോയി എല്ലാം ഉപേക്ഷിച്ച് ഈ ഭൗതിക ലോകത്തിൽ മടുത്തിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നത്. അപ്പോൾ ആ ശക്തി ആർക്കാണോ ഇനി ജോലിയില്ല എന്ന് തീരുമാനിക്കുന്ന അവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ഭൗതിക സുഖവും അനുഭവിച്ച് ജീവിച്ചോളൂ. അതുകൊണ്ട് തന്നെയാണ് യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അർജുനൻ പറഞ്ഞിട്ടുണ്ട്, എന്നെക്കൊണ്ട് ഇവരെ കൊല്ലുന്നതിനെ കാട്ടി നല്ലത്, ഏറ്റവും നല്ലതെന്ന ബ്രഹ്മസാക്ഷാത്കാരമല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന്. ഇപ്പം കൃഷ്ണൻ എന്താ പറഞ്ഞത്? നിന്നെ സൃഷ്ടിച്ചതിനൊന്നും വേണ്ടിയിട്ടില്ല, നീ പോയി യുദ്ധം ചെയ്തിട്ട് അധർമ്മികളെ കൊല്ലും. എനിക്കെൻ്റെ അകത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, മാറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് മോക്ഷം ലഭിക്കുക എന്നതെല്ലാം വിരക്തി വന്നവന് മാത്രമുള്ളതാണ്. അത് ആ ശക്തി തന്നെ തീരുമാനിക്കുക. അപ്പം നമ്മൾ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനാണ് പറയുന്നത്. വേദം അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. യജുർവേദം അധ്യായം 28 മന്ത്രം 14. ഋഷി അശ്വിനൗ ദേവത അഹോരാത്രി ഛന്ദഃ സ്വരാട് പങ്ക്തി സ്വരഃ പഞ്ചമഃ. ദേവീ ഉഷാസനക്തേന്ദ്രം യജ്ഞേ പ്രയത്യഹേതവാം. ദൈവീർവിശ പ്രായാസിഷ്ഠാം സുപ്രീതേ സുധീതേ വസുവനെ വസുധേയസ്യ വീതാം യജാം. ധനത്തിനു വേണ്ടി യാജ്ഞികൻ രാപ്പകലുകളിൽ യജിക്കുന്നു. ഇതിലെന്താ പറയുന്നത്? ചൈതന്യവത്തായ ധനത്തിന് വേണ്ടിയാണ്. ധനത്തിന് വേണ്ടി സൗഭാഗ്യം എന്നാണ് കാണുന്നത്. ധനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാലത്ത് ധനം പശുവായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഭക്ഷണം എല്ലാം ധനം തന്നെയാണ്. നമ്മളെ സുഖിക്കാനുള്ള എന്തെല്ലാം ഉണ്ടോ ആ ചൈതന്യവത്തായ ധനം നേടാൻ, ആ സൗകര്യങ്ങൾ നേടാൻ, ആ ഭൗതിക സുഖങ്ങൾ നേടാൻ വേണ്ടി തന്നെയാണ് യാജ്ഞക്കാർ പകലും രാവും യജ്ഞം നടത്തുന്നത്. അപ്പോൾ ഇവർ എല്ലാവരും കർമ്മം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സുഖം നേടാൻ വേണ്ടി തന്നെയാണ്. ധനം നേടുക എന്ന് പറഞ്ഞാൽ സുഖം നേടുക. ധനം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും ആകാം, അല്ലാതെ പണം അട്ടിവെക്കലല്ല. ജ്ഞാനവും ധനം തന്നെയാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനമാണ്. ഇതെല്ലാം നമ്മൾ നേടാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പകലും രാത്രി അല്ലേ യജ്ഞം നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
ഈ സൗഭാഗ്യങ്ങൾ നേടാൻ വേണ്ടി തന്നെയാണ്. അതിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു? ഭോഗം ത്യജിക്കാതെയാണ് യജ്ഞം നടത്തുന്നത്. ഈ ഭൗതിക സുഖങ്ങൾ കിട്ടുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ ത്യജിക്കാതെയാണ് യജ്ഞം നടത്തേണ്ടത്. നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ സുഖം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അത് ത്യജിക്കുകയല്ല വേണ്ടത്. ഭോഗം ത്യജിക്കാതെയാണ് യജ്ഞം നടത്തേണ്ടത്. അപ്പൊ ഇത് ഉപദേശിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ യജ്ഞം ചെയ്തിട്ട്, കർമ്മങ്ങൾ ചെയ്തിട്ട് ലോക പുരോഗതിക്കായിട്ട് ശ്രമിക്കണം. അതിലൂടെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കിട്ടും അതാണ് നമ്മൾ അനുഭവിക്കുക. കാരണം പണ്ട് നമ്മൾ നടന്നിട്ടായിരുന്നു പോയത് ഗോത്ര കാലഘട്ടത്തിൽ. പിന്നെ അത് പല വാഹനങ്ങളായി മാറി മാറി ഇപ്പം നല്ല സൗകര്യത്തിൽ സുഖിച്ച് പോകുന്നു. അത് ബുദ്ധിപരമായും ശാരീരികപരമായിട്ടുള്ള എല്ലാവരുടെയും അധ്വാനത്തിലൂടെ തന്നെയാണ്. ആ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുകയും വേണം. അതിനു വേണ്ടിയാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ്. ഇനി അടുത്തേൽ എന്താ പറയുന്നത് നോക്കാം. യജുർവേദം അധ്യായം 28 മന്ത്രം 15. ഋഷി അശ്വിനോ ദേവത ഇന്ദ്രഃ ചന്ദഃ പൂരിഗതി ജഗതി സ്വരനിഷാദഃ ദേവീ ജോഷ്ട്രീ വസുധിതി ദേവം ഇന്ദ്രം അവർദ്ധതാം അയാവ്യന്യാഘ ദേശാം സ്യാന വക്ഷദ്വസുവാര്യാണി യജമാനായ ശിക്ഷിതേ വസുവനെ വസുധേയസ്യ വീതാം യജാ. ഭാവാർത്ഥം: ധനപതികൾ എല്ലാ വസ്തുക്കളെയും മറയ്ക്കുന്നു. ജ്ഞാനസൂര്യൻ ഉയർത്തപ്പെടട്ടെ, അതാണ് പാപത്തെ ഇല്ലാതാക്കുന്നത്. ഉഷസ് അനുഗ്രഹം മാത്രമല്ല, നിധിയും തരുന്നു. ജ്ഞാനി വിദ്യ ഉൾക്കൊണ്ട് ലോകഹിതത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. ഈ യജ്ഞത്തെ മനസ്സിലാക്കി കർമ്മം അനുഷ്ഠിക്കുക. ധനവാൻ എല്ലാം മറന്ന് ജീവിക്കുകയാണ്. പണമുള്ളവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ആ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് എല്ലാം മറന്നിട്ട് ജീവിക്കുകയാണ്. അവന് ഈ ലോക കാര്യങ്ങൾ ഒരാൾക്ക് നല്ല പണമുണ്ടെങ്കിൽ, എല്ലാം സുഭിക്ഷതയുണ്ടെങ്കിൽ, പിന്നെ അവന് ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. അവന് ജ്ഞാനം നേടാനുള്ള ചിന്തയൊന്നും അധികം ഉണ്ടാകില്ല. എന്നാൽ ജ്ഞാനിയാകട്ടെ, അപ്പോൾ പണക്കാരനായിരിക്കാം, ദരിദ്രനായിരിക്കാം, എല്ലാവരും ജ്ഞാനിയാകട്ടെ വിദ്യ കൊണ്ട് ഉൾക്കൊണ്ട് ലോകഹിതത്തിനായി നിലകൊള്ളുന്നു. അപ്പൊ പണമുള്ളവൻ കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുകയാണ്, അവൻ്റെതായ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ജ്ഞാനികൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? വിദ്യ ഉൾക്കൊണ്ട് അവർ ജ്ഞാനം നേടിയിട്ട് ലോകഹിതത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ധനവാൻ, പണക്കാർ, പണത്തിൽ ആർത്തിമൂത്തവര് അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ജ്ഞാനിയായവര് പണത്തെപ്പറ്റി ചിന്തിക്കാതെ, അവൻ ധനം ഉണ്ടായാലും ഇല്ലെങ്കിൽ ആ ഉള്ള ധനം തന്നെ അവൻ വിദ്യ നേടാനും അത് പ്രയോഗിക്കാനെല്ലാം ചിലവാക്കും. അവരിലൂടെയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം വരുന്നത്. അതിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത്. ലോകത്തിന്റെ പുരോഗതിക്ക് സഹായിക്കുന്നത് ജ്ഞാനികളാണ്. ജ്ഞാനിയാകട്ടെ വിദ്യ ഉൾക്കൊണ്ട് ലോകഹിതത്തിനായി നിലകൊള്ളുന്നു. ഈ സത്യം മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. കുറെ പണം ഉണ്ടാക്കി ധനവാനായി നടക്കുന്നതിൽ അർത്ഥമില്ല. അവര് എല്ലാം മറന്നിട്ടാണ് ജീവിക്കുന്നത്. അവർ കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടി അവന് പിന്നെ സുഖിച്ച് നടക്കുകയാണ്. പക്ഷെ ജ്ഞാനി അതല്ല. അതുകൊണ്ട് എന്ത് വേണം? ഈ സത്യം മനസ്സിലാക്കിയിട്ട് ജ്ഞാനം നേടി കർമ്മം ചെയ്യുക. നിങ്ങൾ പുതിയ ശാസ്ത്രജ്ഞാനങ്ങളെല്ലാം നേടിക്കൊണ്ട് കർമ്മം ചെയ്ത് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുക. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സുഖങ്ങളും നിങ്ങൾ ത്യജിക്കാൻ പാടില്ല, അനുഭവിക്കുക. യജുർവേദം അധ്യായം 28 മന്ത്രം 16. ഋഷി അശ്വിനൗ ദേവത ഇന്ദ്രഃ ചന്ദഃ ഭൂരികാകൃതി സ്വരഃ പഞ്ചമഃ ദേവി ഊർജാഹൂതി ദുഃഖേ സുദുഃഖേ പയസേന്ദ്രം അവർദ്ധത ഇഷം ഊർജമന്യാ വക്ഷസക്തിം സപീതിമന്യാ നവേന പൂർവം ദയാനേ പുരാണേന നവം അഥതാം ഊർജം ഊർജാഹൂതി ഊർജയമാനേ വസുവാര്യാണി യജമാനായ ശിക്ഷിതേ വസുവനേ വസുധേയസ്യ വീതാം യജാ. ജ്ഞാനം നേടാനാണ്
ജീവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബലദാതാക്കൾ എപ്പോഴും ഈ ജലത്താലാണ് ഞങ്ങളെ മോദിപ്പിക്കുന്നത്. ഞങ്ങളിലെ നല്ല കർമ്മങ്ങളെ ഉയർത്തി ദിവ്യമായ ചൈതന്യം നൽകി അന്നവും ഊർജവും കൊണ്ടെത്തിക്കുന്നു. ഊർജത്താലാണ് ഊർജത്തെ ആഹൂതി ചെയ്യുന്നത്. ഊർജത്താൽ ദേവകൾ പരിലസിക്കുന്നു. യജമാനൻ ഇതിനെ ഉൾക്കൊണ്ടാണ് ഭൂമിവാസത്തിനിടയിൽ തന്റെ ഭോഗത്തെ അനുഭവിച്ച് പൂർണ്ണമാക്കുന്നത്. നിങ്ങളും ഈ ജ്ഞാനത്തെ അറിയുക. ജ്ഞാനം നേടുവാനാണ് ജീവൻ ശ്രമിക്കുന്നത്. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്. നമ്മൾ ജ്ഞാനം നേടുവാനാണ് ശ്രമിക്കേണ്ടത്. അത് ഞങ്ങളെ കർമ്മത്തിലേക്ക് നയിക്കും. അപ്പോൾ ഉള്ളിലുള്ള ജ്ഞാനം, ജീവൻ ജ്ഞാനം നേടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമ്മളെ കർമ്മത്തിലേക്ക് നയിക്കും. നമ്മൾ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. പുതിയൊരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ, ഉദാഹരണമായിട്ട് ഒരു അടുപ്പത്ത് വെള്ളം വെച്ച് ചോറുണ്ടാക്കുന്ന കണ്ടപ്പോൾ ഒരു ബാലൻ എന്ത് തോന്നി? അതിൻ്റെ മുകളിലുള്ള മൂടി ഇങ്ങനെ അനങ്ങുന്ന കണ്ടപ്പം അവനൊരു പുതിയ ബുദ്ധി തോന്നി. അവൻ അത് ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കി? ആവി എഞ്ചിൻ ഉണ്ടാക്കി. അപ്പോൾ പുതിയ പുതിയ ജ്ഞാനം നേടുമ്പോൾ നമ്മളത് പ്രയോഗിക്കാനുള്ള ചിന്താഗതി വരും. നമുക്ക് എപ്പോഴും നമ്മളിപ്പം എന്തിനോ ജ്ഞാനം പഠിച്ചു എന്ന് വെച്ചാൽ, ഇപ്പോൾ ആയുർവേദം പഠിച്ചു, അല്ലെങ്കിൽ മെഡിസിന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകാംക്ഷ എന്താണ്? അതെങ്ങനെയും ഒന്ന് പ്രയോഗിക്കണം എന്നാണ്. അപ്പം നേടുന്ന ജ്ഞാനം കർമ്മത്തിലേക്ക് നയിക്കും. അത് പിന്നെ എവിടത്തേക്ക് നയിക്കും? അന്നത്തിലേക്കും ഊർജത്തിലേക്കും എത്തിക്കും. അതിലൂടെ നമ്മൾ അന്നം നേടാനും ഊർജം നേടാനും എല്ലാമാണ് പിന്നെ നമ്മൾ പ്രയത്നിക്കുക. ജ്ഞാനത്തിൻ്റെ കഴിവതാണ്. അത് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പ്രയോഗിക്കേണ്ട വഴിയിലോട്ട് പോകും. പ്രയോഗിക്കുമ്പോൾ അതിലൂടെയാണ് അന്നങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതും അതിലൂടെ ഊർജവും നമ്മുടെ ശക്തിയെല്ലാം വർദ്ധിക്കുന്നത്. ഊർജം എന്ന് പറഞ്ഞാൽ ഊർജം നേടുക. നമുക്കൊരു ഊർജം കിട്ടും, പുതിയ കർമ്മങ്ങളിലേക്ക് എടുത്തു ചാടാൻ വേണ്ടിയുള്ളത്. ഇതുവഴി ലോകത്തിൽ അവർ ഭോഗസുഖം അനുഭവിക്കും. ഇതിലൂടെ അവർ എന്താ നടക്കുന്നത്? ലോകത്തിൽ ഭോഗസുഖം അനുഭവിക്കും. ജ്ഞാനം നേടിയിട്ട് അത് പ്രയോഗിച്ചത് നമ്മൾ ഭോഗസുഖം തന്നെ നേടണം. അതിനുവേണ്ടിയാണ് ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. അല്ലാതെ ഇട്ടെറിഞ്ഞ് പോകാൻ വേണ്ടിയല്ല. നിങ്ങൾ വിചാരിച്ചാൽ നടക്കുകയില്ല എന്ന് വേദം പറയുന്നു. കാരണം നിങ്ങളെ കർമ്മത്തിന് ഇതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ എന്ന് വേദം പറയുന്നു. അതെല്ലാവർക്കും. ബ്രഹ്മാവിന് പോലും അരുതല്ല എന്ന് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവിന് പോലും പറ്റില്ല. ബ്രഹ്മാവ് ആണ് ഇരുന്നിട്ട് രാവിലെയും പകലും എല്ലാം, രാത്രിയും പകലും എല്ലാം സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവിന് പോലും പറ്റില്ല എന്ന് ജ്ഞാനപ്പാനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പൂർണ്ണാകം. അതുകൊണ്ട് അതിൽ നിന്നും മാറാൻ ആർക്കും പറ്റില്ല. എല്ലാവർക്കും ഈ കർമ്മം ചെയ്ത് മുന്നോട്ടേക്ക് പോയേ പറ്റൂ. ആ യജ്ഞം നിങ്ങളും മനസ്സിലാക്കുക. ആ യജ്ഞം അതിനു വേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോക പുരോഗതിക്കായിട്ടുള്ള യജ്ഞങ്ങൾ നടത്തുക, അതിനെ ജ്ഞാനം നേടുക. ആ യജ്ഞം നേടുമ്പോൾ തന്നെ പുതിയ പ്രയോഗത്തിലേക്ക് നിങ്ങളെ മനസ്സ് പോകും. അതിലൂടെ പുതിയ കണ്ടുപിടുത്തങ്ങളും ഭൗതിക സുഖങ്ങളും ധനവും എല്ലാം നേടും. അതിലൂടെ ലോക പുരോഗതി ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു യജ്ഞത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വേദം പറയുന്നു.